ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ ശാന്തിമാപ്നോതി ന കാമകാമീ. വിവർത്തനം ശീല പ്രഭുപാദക്കി ജി. ആപൂര്യമാണം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അചലപ്രതിഷ്ഠം അടിയുറച്ചതുമായ സമുദ്രം സമുദ്രത്തെ, ആപം ജലം, യദ്വത് പ്രവിശന്തി യാതൊരു പ്രകാരമാണോ പ്രവേശിക്കുന്നത്, തദ്വത് അതുപോലെ, സർവേ കാമാഹ സകല കാമങ്ങളും, യം പ്രവിശന്തി സ്ഥിതപ്രജ്ഞനായ യാതൊരുത്തനിൽ പ്രവേശിക്കുന്നു, സ അവൻ, ശാന്തി ശാന്തിയെ, ആപ്നോതി പ്രാപിക്കുന്നു, കാമകാമി ആഗ്രഹപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ, ന ശാന്തിം പ്രാപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദക്കി. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉത്ക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവൻ അല്ല. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ ശാന്തിമാപ്നോതി ന കാമകാമീ. സുശീന്ദ്രു വായിച്ചുള്ളൂ ശ്ലോകം. ആപൂര്യമാണ മചലം പ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് യദ്വത് കാമായ പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി ന കാമകാമി. ജയപ്രകാശ് പ്രഭു. ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. കീർത്തന. തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. ആദ്യം കേട്ടില്ലായിരുന്നു ശബ്ദം. ഓക്കെ, കീർത്തന. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമയം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. ഇത് 2-ാമത്തെ അധ്യായം 70-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം, 2nd chapter, ശ്ലോകം നമ്പർ 70. ഓക്കെ ചേട്ടാ വായിച്ചോളൂ. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി അവർകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തത്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. ഹരേ കൃഷ്ണ. അഭിരാമി. അപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആപഃ
प्रविशन्ति यद्वत् तद्वत् कामयं प्रविशन्ति सर्वे शान्तिम् आप्नोति न कामकामी। हरे कृष्ण। आपूर्यमानमचलप्रतिष्ठं समुद्रमाप प्रविशन्ति यद्वत् तद्वत् कामयं प्रविशन्ति सर्वे शान्तिमाप्नोति न कामकामी। ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം സുശീമ്രു ഒന്ന് വായിച്ചോളൂ. ഭാവാർത്ഥം: അതിവിപുലമായ സമുദ്രത്തിൽ എന്നും വെള്ളം നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ടും എപ്പോഴും വിശേഷിച്ചും വർഷകാലത്ത് അധികം വെള്ളം അതിൽ ഒഴുകിച്ചേരുകയും ചെയ്യും. എങ്കിലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യും. അത് ശാന്തമാണ്, കരകവിഞ്ഞൊഴുകുന്നതുമില്ല. കൃഷ്ണാവബോധമുണർന്ന ഒരാളെ കുറിച്ചും ഇതാണ് വാസ്തവം. ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിന്റെ അഭിലാഷങ്ങളും തുടരും. സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ശോഭിപ്പിക്കാനാവില്ല. കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല. ഭഗവാൻ ഭക്തന്റെ ഭൗതിക ആവശ്യം എന്തും നിറവേറ്റുന്നു. സമുദ്രത്തെ പോലെയാണ് അയാൾ സദാ പരിപൂർണൻ. പുഴവെള്ളം പോലെ ആഗ്രഹങ്ങൾ തന്നിലേക്ക് ഒഴുകിയേക്കാം. എങ്കിലും അവൻ ഇന്ദ്രിയ അഭിലാഷങ്ങളാൽ തെല്ലും കുലുക്കപ്പെടാതെ സ്വകർമ്മ നിരതനായി തന്നെ ഇരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും വിഷയസുഖ പൂരണത്തിനുള്ള പ്രവണത തീരെ ഇല്ലാതാവുകയാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്റെ പ്രധാന ലക്ഷണം. അതീന്ദ്രിയ പ്രേമ ഭരിതമായ ഭഗവത് സേവനത്താൽ സംതൃപ്തനാകയാൽ ഭക്തന് സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായി ശാന്തി നേടാൻ കഴിയും. ഭൗതികമായ വിജയം മാത്രമല്ല, മുക്തിലാഭം വരെയുള്ള അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവർക്കാകട്ടെ ഒരിക്കലും ശാന്തി ലഭ്യമല്ല. ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും മോക്ഷേച്ഛുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗിയുമെല്ലാം ആഗ്രഹ നിവൃത്തി കൈവരാത്തത് കൊണ്ട് എപ്പോഴും ദുഃഖിതരാണ്. കൃഷ്ണാവബോധമാർന്ന ആളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ്. തനിക്ക് നിറവേറ്റാനായി ഒരാഗ്രഹവുമില്ല. വാസ്തവത്തിൽ അയാൾ ഭൗതിക ബന്ധത്തിൽ നിന്നുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണ ഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങൾ ഏതുമില്ല. അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കും. കൃഷ്ണഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങളില്ല, അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കുന്നു. കൃഷ്ണാവബോധം ഉറച്ചവൻ ആവശ്യമില്ല, ഭഗവാൻ ഭക്തന്റെ ആ ഭൗതിക ആവശ്യം നിറവേറ്റുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. വിഹായ കാമാൻ യ സർവാൻ പുമാം ചരതി. വിഹായ കാമാൻ യ സർവാൻ പുമാം ച ആണോ? വിഹായ കാമാന്യ സർവാൻ. ഓക്കെ, വിഹായ കാമാന്യ സർവാൻ പുമാൻ യപുമാൻ പുരുഷൻ സർവാൻ കാമാൻ ഇന്ദ്രിയ സുഖത്തിനുള്ള ഭൗതിക വാഞ്ചകളും വിഹായ ഉപേക്ഷിച്ചിട്ട് നിഷ്കാമനായി ചരതി ജീവിക്കുന്നു. നിർമ്മമ ഉടമസ്ഥ അവകാശമില്ലാതെ, നിരഹങ്കാര മിഥ്യാഹങ്കാരമില്ല, അവൻ ശാന്തി പൂർണ്ണശാന്തി അധികച്ചതി പ്രാപിക്കും. വിഹാൻ കാമായ സർവാൻ. വേണ്ട. എന്തോ? ഹരേ കൃഷ്ണ. അതെ, വിഹാൻ കാമാന്യ സർവാഹ. ഇല്ല, കാമാൻ സർവാൻ കാമാൻ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെന്റൻസ് വിഹായ കാമാൻ സർവാൻ സർവപൂർണാശ്ചര്യതി. ഇല്ല, ചരതി സർവാൻ
പുമാം ചരതി നിസ്പൃഹഃ. ഓക്കെ. സർവാൻ കാമാൻ വിഹാൻ കാമാൻ സർവാൻ. സർവാൻ തന്നെയാണ്. സർവാൻ, അതെ. വിഹായ കാമാൻ സർവാൻ. പുമാൻ ചരതി നിസ്പൃഹഃ നിർമമോ നിരഹംകാര സശാന്തിമധിഗച്ഛതി. വിഹായ കാമാൻ സർവാൻ പുമാൻ ചരതി നിസ്പൃഹഃ നിർമമോ നിരഹംകാര സശാന്തിം അധിഗച്ഛതി. ശബ്ദാർത്ഥം വിവർത്തനം ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. യ പുമാൻ, യാതൊരു പുരുഷൻ, സർവാൻ കാമാൻ, ഇന്ദ്രിയ സുഖത്തിനുള്ള ഭൗതിക വാഞ്ചകളും വിഹായ ഉപേക്ഷിച്ചിട്ട്, നിസ്പൃഹ നിഷ്കാമനായി, ചരതി ജീവിക്കുന്നുവോ, നിർമ്മമ ഉടമസ്ഥ അവകാശ ബോധമില്ലാതെ, നിരഹംകാര നിത്യ അഹങ്കാര രഹിതനുമായ സ അവൻ ശാന്തി പൂർണ്ണ ശാന്തിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. എല്ലാ വൈശിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി, എല്ലാത്തരം ഉടമ അവകാശ ബോധവും മിഥ്യ അഹംഭാവവും ഉപേക്ഷിച്ചവനായി, നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയുകയുള്ളൂ. ഹരേ കൃഷ്ണ. വിഹായ കാമാന്യ സർവാൻ പുമാൻ ചരതി നിസ്പൃഹഃ നിർമമോ നിരഹംകാര സശാന്തിം അധിഗച്ഛതി. ജയപ്രകാശ് പ്രഭു ഒന്ന് വായിച്ചേ. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി വിസ്പൃഹഃ നിർമമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. രാജീവ് പ്രഭു. വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിമതി ഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തി അധിഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമനിശ്ചരതി നിസ്പൃഹ നിർമമോ നിരഹങ്കാര ശാന്തിം അധിഗച്ഛതി. വിഹായ കാമായ സർവാൻ പുമാശ്ചരതി നിസ്പര നിർമാന നന്നും ചൊല്ലി കഴിഞ്ഞു. ഓക്കെ. ഇവിൻജി. വിഹായ കാമാന്യ സർവാൻ പുമാശ്ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിം അധിഗച്ഛതി. വിഹായ കാമാന്യ സർവാൻ പുമാശ്ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. വെരി ഗുഡ്. പ്രസീത മാതാജി. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. സിമ്മി. വിഹായ കാമാന്യ സർവാം പുമാശ്ചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര
शशान्तिम् अधिगच्छति। വെരി ഗുഡ്. വിദ്യാജി. विहाय कामान्य सर्वान् पुमांश्चरति निःस्पृहः निर्ममो निरहङ्कारः स शान्तिम् अधिगच्छति. ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ 71 ശ്ലോകമാണ്. സെക്കൻഡ് ചാപ്റ്റർ 71, രണ്ടാമത്തെ അധ്യായം 71 ശ്ലോകം. നിവേദ്. ഹരേ കൃഷ്ണ. विहाय कामान्य सर्वान् पुमांश्चरति निःस्पृहः निर्ममो निरहङ्कारः शशान्तिम् अधिगच्छति. അനവദ്യ. विहाय कामान्य सर्वान् पुमांश्चरति शान्तिमधिगच्छति. विहाय कामान्य सर्वान् पुमांश्चरति निःस्पृहः निर्ममो निरहङ्कारः स शान्तिमधिगच्छति. ഹരേ കൃഷ്ണ. ചേച്ചിക്ക് ചെല്ലാൻ പറ്റുമോ ചേച്ചി മാതാജി? ചെല്ലാം ഞാനിവിടെ മുക്കി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. വിഹായ കാമാന്യ സർവാൻ ഭൂമാഞ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ചെല്ലാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. അല്ല, ഓഡിയോ ക്ലിയർ അല്ല. ഓക്കെ. വിഹായ കാമാന്യ സർവാൻ പുമാംചരതി നിസ്പൃഹഃ നിർമമോ നിരഹങ്കാര സശാന്തിം അധിഗച്ഛതി. ഓക്കെ. ഇതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ്. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുവാ. ആഗ്രഹങ്ങൾ ഇല്ലെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള വിഷയസുഖ പൂരണത്തിനും ആഗ്രഹമില്ലെന്നാണ്. കൃഷ്ണാവബോധവാനാകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെ. തന്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണന്റെ നിത്യദാസൻ എന്ന നിലയിലാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താനെന്ന വ്യാമോഹത്തിൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിന്റെ പരമകാഷ്ഠ. ഈ സമ്പൂർണ്ണ സ്ഥിതിയിലെത്തിയവർക്ക് ഏതൊന്നിന്റെയും ഉടമ കൃഷ്ണൻ മാത്രമാണെന്നും തന്മൂലം എന്തും കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാത്രം ഉപയോഗിക്കണമെന്നും അറിയാം. അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും കൃഷ്ണാവബോധമുള്ളവായപ്പോൾ കൃഷ്ണന്റെ വരുതി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. തനിക്ക് ആഗ്രഹമില്ലെങ്കിലും കൃഷ്ണന് വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ തന്റെ കഴിവത്രയും ഉപയോഗിക്കുകയും ചെയ്തു. കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ്. ആഗ്രഹങ്ങളെ ഒഴിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല. ജീവാത്മാവിന് നിരീന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാൻ വയ്യ. എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തേണ്ടതുണ്ട്. ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ പദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈശാവാസ്യം ഇതം സർവം, യാതൊന്നിന്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല. ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണന്റെ ചെറിയൊരംശമാണെന്നും അങ്ങനെയുള്ള അതിന്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനോട് തുല്യമോ അതിൽ ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായ അതീന്ദ്രിയ ജ്ഞാനം. ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിന്റെ മൗലിക തത്വം. ഹരേ കൃഷ്ണ. സൂപ്പർ പോയിന്റിലാണ് നിർത്തിയത്. അതായത് ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ്വ പദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണെന്നും ഞാൻ പിന്നെ വിളിക്കാം. ഭൗതിക തൃഷ്ണതകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ്വ പദാർത്ഥങ്ങളും കൃഷ്ണന്റേതാണ് എന്നും മനസ്സിലാവുന്നത് കൊണ്ട് ഈശാവാസ്യം ഇതം സർവം, യാതൊന്നിന്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല. ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണന്റെ ചെറിയൊരംശമാണെന്നും അങ്ങനെയുള്ള അതിന്റെ നില ഒരിക്കലും കൃഷ്ണന്റേതിനോട് തുല്യമായി
തുല്യമോ അതിലുയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലമായ അതീന്ദ്രിയ ജ്ഞാനം. ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിന്റെ മൗലിക തത്വം. വി ആൾ ആർ പാർട്ട് ആൻഡ് പാർട്സൽ ഓഫ് കൃഷ്ണ. ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്. ഇപ്പം ഉടമസ്ഥൻ നമ്മളല്ല. ഏതിൽ നിന്നാണോ നമ്മൾ വന്നിരിക്കുന്നത് അദ്ദേഹമാണ് ഉടമസ്ഥൻ. അദ്ദേഹത്തിന് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പം മുമ്പുള്ള ശ്ലോകം പറഞ്ഞു, സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ശോഭിപ്പിക്കാനാവില്ല. കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല. ഭഗവാൻ ഭക്തന്റെ ഭൗതിക ആവശ്യം എന്തും നിറവേറ്റും. അതായത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾ ഇല്ലെന്നുള്ളതല്ല, ഭൗതിക ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവന് വിശ്വാസമുണ്ട്, എനിക്ക് ആവശ്യമായ ഭൗതിക ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ആഗ്രഹങ്ങൾ എന്നല്ല പറഞ്ഞേ, ഭൗതികമായ ആവശ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ അത് തീർച്ചയായിട്ടും എൻ്റെ ഭഗവാൻ, എൻ്റെ കൃഷ്ണൻ നിറവേറ്റി തരും എന്നുള്ള വിശ്വാസം അവനുണ്ടായത് കൊണ്ട് അവന്റെ മനസ്സ് എത്ര നദികൾ സമുദ്രത്തിൽ ചെന്ന് ചാടുന്നു അപ്പോഴും ആ സമുദ്രം നിശ്ചലമായിരിക്കുന്ന ഒരേ അവസ്ഥയിൽ അവന് ആ സ്ഥിതിയിൽ അവൻ എത്താൻ പറ്റും. കാര്യം അവന് ശരിക്കുമുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, എൻ്റെ കൂടെ കൃഷ്ണൻ ഉണ്ട്, എനിക്ക് എന്താണ് ആവശ്യം അത് തീർച്ചയായിട്ടും ചെയ്തു തരും. എന്താണ് ആഗ്രഹങ്ങൾ നടക്കാത്തത് അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എൻ്റെ നിയോഗം അതിനുള്ളതല്ല, മറ്റെന്തൊക്കെയോ ആണ് എന്നുള്ള അർത്ഥതലത്തിലേക്ക് പോയി നമുക്ക് സമാധാനിക്കാൻ പറ്റും. അവിടെയാണ് പറഞ്ഞത് ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിന്റെ മൗലിക തത്വം. ഇവിടെ ആത്യന്തികമായിട്ട് വേണ്ടത് വിശ്വാസം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വിശ്വാസം എന്താണ്? വിശ്വാസം ജയപ്രകാശ് പ്രഭുവാണ് തുടങ്ങി വെച്ചത്. എന്താണ് വിശ്വാസം? ചെറിയൊരു സെന്റൻസ്, ഒറ്റ സെന്റൻസിൽ പറയാം, എന്താണ് വിശ്വാസം? ജസ്റ്റ് പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. എന്താണ് വിശ്വാസം? അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ഏതോ ശ്ലോകത്തില് വായിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ശ്രേഷ്ഠമായ ഒന്നിനെ മനസ്സുറപ്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ ഒന്നിനെ മനസ്സുറപ്പിക്കുക. ആ മനസ്സുറപ്പിക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ഫെയ്ത്ത് അതിലുണ്ടാവുക. അതൊരിക്കും വിശ്വാസത്തിന്റെ മീനിങ് അല്ലേ ഫെയ്ത്ത് എന്നുള്ളത് വരുന്നുണ്ട്. ബിലീവ് ആൻഡ് ഫെയ്ത്ത്. കംപ്ലീറ്റ് ശ്രേഷ്ഠമായ ഒന്നിനെ മനസ്സുറപ്പിക്കണം. ആ ശ്രേഷ്ഠമായ ഒന്ന് ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ, പരമപുരുഷൻ. ലോകത്തിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, ശ്രേഷ്ഠമായ ഒന്ന്. ആ പരമപുരുഷൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിൽ മനസ്സുറപ്പിക്കുക എന്നുള്ള, മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബലി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതിനെ വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെയാണ് പറയുന്നത് വിശ്വാസം ഡെഫിനിഷൻ വീണ്ടും വരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഉൾക്കൊള്ളണം. ഇപ്പം ഭഗവാനുമായിട്ടുള്ള ബന്ധം രണ്ട് തരത്തിലുണ്ട്. കുട്ടികൾ വന്നപ്പം നോട്ട്സുകൾ വന്നു, ഇതാണ് ഒരു വ്യത്യാസം. ഇതുവരെ നോട്ട്സും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പം നോട്ട് ഡൗൺ. വിശ്വാസം ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ്. ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം, രണ്ട് തരത്തിലുള്ള ബന്ധമാണ് നമുക്കുള്ളത്. ആക്റ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് പാസീവ് റിലേഷൻഷിപ്പ്. ആക്റ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് പാസീവ് റിലേഷൻഷിപ്പ്. ഇനി ഇതിന് പാസീവ് റിലേഷൻഷിപ്പ് എന്താണ്?
നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നു, ആരതി ചെയ്യുന്നു, നമ്മൾ ചാൻഡ് ചെയ്യുന്നു, ഭഗവാൻ നിവേദിക്കുന്നു, വീണ്ടും നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആ ലൈഫിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, തിരിച്ച് വീണ്ടും കുളിക്കുന്നു, പ്രസാദം ഓഫർ ചെയ്യുന്നു, പ്രസാദം കഴിക്കുന്നു, പിന്നെ ജപിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ശ്രവിക്കുന്നു. ഇതിനെ പാസീവ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇതൊരു പാസീവ് റിലേഷൻഷിപ്പാണ്. ആക്റ്റീവ് റിലേഷൻഷിപ്പ് വരുമ്പം ഒരു പടി കൂടി ഇതിനകത്ത് മുന്നോട്ട് പോകും. അപ്പൊ അവിടെ വരുമ്പം കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് അഹെഡാണ് പാസീവ് റിലേഷൻഷിപ്പ്. നമ്മൾ നാമം ജപിക്കുമ്പം നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും. ഭഗവാന്റെ കാര്യങ്ങൾ കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തുള്ളിച്ചാടും, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കും. പൂന്താനം നമ്പൂതിരി പറഞ്ഞതിന്റെ കൂട്ട്, ഭക്തി കൊണ്ട് മത്തനെ പോലെ നൃത്തം ചവിട്ടണം. ആക്റ്റീവ് റിലേഷൻഷിപ്പാണ്, ആക്റ്റീവാണ്. ഭഗവാന്റെ കാര്യങ്ങളിൽ എപ്പോ പറയുമോ അപ്പൊ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും, നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വികാരം ഉണ്ടാവും ഭഗവാനോട്. ഇതിനെ ആക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പൊ ആ റിലേഷൻഷിപ്പ്, ഈ പാസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് ആക്റ്റീവ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴേ നമ്മുടെ ഭക്തിയിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും മെക്കാനിക്കൽ രീതിയിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ രാവിലെ 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നു, ഞാൻ രാവിലെ ഭഗവത്ഗീത വായിക്കുന്നു, ഞാൻ രാവിലെ പ്രസാദ നിവേദ്യം ഓഫർ ചെയ്യുന്നു, ഞാൻ കൃത്യമാണ്, ഞാൻ വളരെ ഭക്തിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നടന്നില്ല. പാസീവ് റിലേഷൻഷിപ്പേ ആകുന്നുള്ളൂ. ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിൽ നിന്നൊരു വികാരം ഉണ്ടാകണം, ഒരു അടുപ്പം ഉണ്ടാകണം, ഒരു കണ്ണിനൊരു തള്ളിച്ച ഉണ്ടാകണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് വരുമ്പോൾ നമുക്ക് എന്ത് അനുഭൂതിയായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കിട്ടുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും നാവിൽ വെള്ളം വരുന്നത്. അതുപോലെ പ്രാക്ടിക്കലി ഒരു അനുഭവം നമുക്ക് കൃഷ്ണനെ ഓർമ്മിക്കുമ്പോൾ ഉണ്ടാകണം. വീണ്ടും അങ്ങനെ വരുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ഭഗവാനോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെ 3 സ്റ്റെപ്പ് വരും. ആ വിശ്വാസം തന്നെ, ആ ഫെയ്ത്തില് 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 3 സ്റ്റെപ്പ് എന്ന് പറയുന്നില്ല, 3 ഇൻഗ്രീഡിയൻസ് വരും. ആ 3 വിശ്വാസത്തില് 3 ഇൻഗ്രീഡിയൻസ്. അതില് ഫസ്റ്റില് വരുന്ന അവിശ്വാസം. എനിക്ക് കൃഷ്ണനെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ആരോടിപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ വിശ്വാസമുണ്ടെന്ന് പറയും. അതുകൊണ്ടല്ലേ ഞാൻ 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഭഗവത്ഗീത വായിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെയും വിശ്വാസത്തിന്റെ പരിപൂർണമായ നിർവചനത്തിലേക്ക് എത്തിയില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ശ്രവണത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുക്കാം. വിശ്വാസത്തിന്റെ ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻസില് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശ്രവണം. ആ ശ്രവണത്തിനെ മാറ്റിയെടുക്കാം. പിന്നെ വീണ്ടും വരുന്നു ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തോട്ട് കാര്യം. എനിക്ക് ഒന്നുകൂടെ ഭഗവാനെ വിശ്വാസമുണ്ട്. കാര്യം ഞാൻ 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ള ആചാര്യന്മാർ വന്ന് ക്ലാസ് എടുക്കുന്നു, കൃഷ്ണനെ കുറിച്ച് ഇതെല്ലാം പറയുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ മനനം എന്ന് പറയും. ഈ ഒരു സ്റ്റെപ്പിനെ മനനം എന്ന് പറയും. അതുകൊണ്ടും വിശ്വാസമായില്ല, വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ എത്തിയില്ല. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു, പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ചെറിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വഴിപാട്, ഇടപാട് എന്നുള്ള രീതിയിൽ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. പക്ഷേ അവിടെയും വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ എത്തിയില്ല. വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ എത്തണം. അതാണ് നിധിധ്യാസന.
നിധിധ്യാസന. ആ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോഴാണ് വിശ്വാസം പരിപൂർണമായി നമ്മൾ എത്തുന്നത്. നിധിധ്യാസനം ഒരുപാട് ഒരു കൂട്ടം ഉദാഹരണങ്ങളുണ്ട് അവിടെ എത്തിയത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ഥിതപ്രജ്ഞനാകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്താണ് നിധിധ്യാസനം? നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ പ്രാക്ടിക്കലി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അത് കൃത്യമാണ് എന്ന് നമ്മൾ അറിയണം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 5 വയസ്സായി ധ്രുവ മഹാരാജാവിനോട് അമ്മ പറയുകയാണ്, സുരുചി അല്ലെ, സുരുചി നല്ല പേര്, ധ്രുവ രാജാവിന്റെ അമ്മയുടെ പേര് സുനിധി, സുരുചി, സുനിധി അല്ലേ? സുനിധി അല്ലേ? സുനിധി. സുനിധി പറയുന്നു, ധ്രുവ മഹാരാജാവിനോട് പറയുന്നുണ്ട്, 5 വയസ്സേ ഉള്ളു, അച്ഛന്റെ മടിയിലിരുന്ന് താഴെ ഇറക്കി ഇളയമ്മ സുരുചി, താഴെ ഇറക്കി, നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞു. വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മയോട് പറഞ്ഞു, എന്റെ ഇളയമ്മ പറഞ്ഞിരിക്കുന്നു എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന്. അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാനും അച്ഛന്റെ മകനല്ലേ എന്ന് ചോദിക്കുമ്പം സുനിധി ഒരു വികാരവും പ്രകടിപ്പിക്കാതെ, ഒരു തരത്തിലും വിക്ഷുബ്ധമാകാതെ സാവധാനം ധ്രുവനോട് പറയുകയാണ്, മകനെ, എനിക്കും അറിയില്ല, കൃഷ്ണന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ധ്രുവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കൃഷ്ണനോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞു. കൃഷ്ണൻ അവിടുന്ന് ഇറങ്ങുകയാണ്, ധ്രുവൻ അവിടുന്ന് ഇറങ്ങുകയാണ് കൃഷ്ണനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നാരദ മഹർഷി ഇടയ്ക്ക് തടയുന്നുണ്ട്, കുഞ്ഞെ, നിനക്ക് ഇതിനുള്ള പ്രായമല്ല, നീ പിഞ്ചുബാലനാണ്, വന്യമൃഗങ്ങളുള്ള വനത്തിലേക്കാണ് പോകുന്നത്, നിനക്ക് എങ്ങനെ അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും, ധ്യാനിക്കാൻ പറ്റും? വന്യമൃഗങ്ങൾ ആക്രമിക്കില്ലേ? 5 വയസ്സുള്ള ധ്രുവൻ പതറിയില്ല, പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ കാണണം. എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്, എന്റെ അച്ഛന്റെ മടിയിൽ നിന്ന് എന്റെ ഇളയമ്മ ഇറക്കി വിട്ടപ്പോൾ അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന്, യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ഉത്തരം കൃഷ്ണന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് എന്റെ അമ്മ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, എനിക്ക് കൃഷ്ണനോട് ചോദിക്കണം. അങ്ങനെ നാരദ മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി വീണ്ടും ധ്രുവൻ പോകുമ്പോൾ ആ ദൃഢമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കൃഷ്ണനെ എനിക്ക് കാണാൻ പറ്റും. ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അവിടെയാണ് വിശ്വാസം വരുന്നത്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും ഭഗവാൻ തീർച്ചയായും കൂടെ ഉണ്ടാകും, ഭഗവാൻ ഓരോ ചുവടിലും എന്റെ കൈപിടിക്കും എന്ന ദൃഢമായ വിശ്വാസം നമ്മുടെ അടുത്തുണ്ടാകണം. ജയ്പൂർ രാജാവിന്റെ മകള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ രാധാ മദനമോഹനെ വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ വിഷമിച്ചിട്ട് ഒരു കൂട്ടം ഭഗവാന്റെ വിഗ്രഹങ്ങൾ കൂട്ടത്തിൽ നിരത്തി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. നിന്റെ രാധാ മദനമോഹനെ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോയിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു നിമിഷം വിശ്വാസത്തോടെ, ഒരു നിമിഷം ആ ജയ്പൂർ രാജാവിന്റെ മകൾ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചു. കൃഷ്ണ, ഞാൻ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, എന്റെ കൂടെ എന്റെ ഭർത്തൃഗൃഹത്തിലേക്ക്, എന്റെ ഭർത്താവിന്റെ നാട്ടിലേക്ക് അങ്ങും കൂടി വരണം. ഓരോ വിഗ്രഹത്തിലും സ്പർശിച്ചു. ഒരു വിഗ്രഹത്തിലെത്തിയപ്പോൾ ആ വിഗ്രഹത്തിന്റെ കൈകൾ ആ ജയ്പൂർ രാജാവിന്റെ മകളെ മുറുകെ പിടിച്ചു. ആ കൈകളിൽ മുറുകെ പിടിച്ചു. പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ വിഗ്രഹം മതി, ഇതാണ് ഇവിടുത്തെ മദനമോഹനൻ, രാധാ മദനമോഹനൻ. അതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. പ്രൂവ്ഡ് ആണ്. പ്രഹ്ലാദൻ, അതും 5-6 വയസ്സേ ഉള്ളൂ. പ്രഹ്ലാദൻ, നിന്റെ
നീ വിളിക്കുന്ന നാരായണൻ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഈ തൂണിലുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. കാണിച്ചു. അവിടെ നരസിംഹ അവതാരമായി വന്നു. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ജയദേവ കവികളുടെ ഒരു പദ്യം ഞാൻ ഓർമ്മ വരുന്നില്ല, അത് പൂരിപ്പിച്ചത്. അവസാന വരി കിട്ടുന്നില്ല. കൃഷ്ണ, ഇതെങ്ങനെ ഞാൻ പൂരിപ്പിക്കും? പോയി തിരിച്ചു വന്നു നോക്കുമ്പോൾ അവിടെ ആ പദ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. മനസ്സിലായി അത് കൃഷ്ണനാണ് വന്നത്. ഭർത്താവായി തന്നെ വീണ്ടും അകത്തോട്ട് കയറിയത് കൃഷ്ണനായിരുന്നു. അതാണ് വിശ്വാസം. ഇവിടെയെല്ലാം പ്രാക്ടിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മുടെ ഓരോ ചെവിടിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ എത്തുകയുള്ളൂ. അതുവരെ നമ്മൾ മനനവും ശ്രവണവുമായിട്ട് ഇരിക്കുന്നതല്ലാതെ ആ ഒരു വിശ്വാസത്തിന്റെ പരിസമാപ്തിയിൽ എത്തുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാറ്. എന്റെ ജീവിതത്തിൽ ഓരോ ചെവിടും കൺട്രോൾ ചെയ്യാൻ, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ഏത് വിധത്തിലാണെങ്കിലും അത് ഭഗവാൻ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതുവഴി മുന്നോട്ട് പോകുമ്പോൾ അവനെ വിശ്വാസി എന്ന് പറയും. അവിടെ പ്രാക്ടിക്കലി ലൈഫ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. രാമായണത്തില് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം എടുക്കുകയാണ്. ആ സമയത്താണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രനോട്, അങ്ങയുടെ നിയോഗം അതല്ല എന്നുള്ളത്. അപ്പം പറഞ്ഞു വന്നത്, ശ്രീരാമചന്ദ്രൻ രാജാവായില്ലെങ്കിലും ജാതകദോഷമല്ല, അത് ഭാഗ്യമില്ലായ്മയല്ല. കാര്യം ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് ഒരു നിയോഗത്തിന്റെ ബാക്കിയായിട്ടാണ്. ആ നിയോഗം ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത് സംഭവിച്ചേ തീരൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അനുഗ്രഹങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻ ജീവിതത്തിന്റെ ബാക്കിയായിട്ടാണ്. ആ പ്രയാസങ്ങളിൽ നമ്മൾ കൂടുതൽ എന്താ പറയുന്നത്, ഡിസ്റ്റർബ്ഡ് ആകരുത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്റെ പൂർവജന്മത്തിന്റെ ബാക്കിയായിരിക്കാം ഞാൻ ഈ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. ഭഗവാനെ, ശരിയാണ്, പക്ഷെ ഈ പ്രയാസങ്ങളെ എനിക്ക് ഒന്ന് കുറച്ചു തരൂ. ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ ഭഗവാനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പടിപടിയായിട്ട് കുറഞ്ഞു വരും. ഔറംഗസീബ് പുഷ്കർ ആക്രമിച്ചപ്പോൾ, ആ പുഷ്കര തീർത്ഥത്തിൽ സ്നാനം ചെയ്തു വന്നപ്പോൾ വൃദ്ധനായി. നാട്ടുകാർ പറഞ്ഞു, ഈ ക്ഷേത്രം നിങ്ങൾ നശിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സാഷ്ടാംഗം പ്രണമിച്ചു. വിശ്വാസം അവിടെ ഉണ്ടായി. ഇത്രയും ക്ഷേത്രങ്ങൾ ആക്രമിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ വിശ്വാസം ബാക്കി നിന്നു. ആ വിശ്വാസം ഉണ്ടായി. ശരണാഗതി പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ യൗവനം തിരിച്ചു കിട്ടി. ഇപ്പം ഇവിടെ ആ ഫെയ്ത്ത് എന്നുള്ള ഡെഫിനിഷൻ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാവും, സ്ഥിതപ്രജ്ഞനാവും. ഹരേ കൃഷ്ണ. ഓപ്പൺ യുവർ പോയിന്റ്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ പറയാം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു എന്തോ പറയാൻ വരുന്നു. ഒരാക്ഷേപമില്ല പ്രഭു. അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ പറയാം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ആക്റ്റീവ് റിലേഷൻഷിപ്പ്, അല്ല 2 കാര്യങ്ങൾ, ഭഗവാനുമായിട്ടുള്ള ബന്ധം, ആക്റ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് പാസീവ് റിലേഷൻഷിപ്പ്.
പാസീവ് റിലേഷൻഷിപ്പ് മാത്രം പോരാ, നമുക്ക് ആക്റ്റീവ് റിലേഷൻഷിപ്പ് ആവണം. ആക്റ്റീവ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമുക്ക് വിശ്വാസം 3 തരത്തിൽ വരും. ഒന്ന് ശ്രവണം, മനനം. പിന്നെ മൂന്നാമത്തെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് നിധിധ്യാസനം, അത് വേണം. ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ വിശ്വാസിയായി. അതുവരെ നമ്മൾ വിശ്വാസമില്ല. ശിശുപ്രഭു, ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. പ്രഭു, മഴ പെയ്യിക്കാനുള്ള യജ്ഞം നടക്കുന്നിടത്ത് കൊടയുമായിട്ട് പോകുന്നതാണ് വിശ്വാസം. സൂപ്പർ എക്സാമ്പിൾ. അല്ലാത്തവരൊക്കെ വെറുതെ ചിലപ്പോ പെയ്യും, നമ്മൾ നേരത്തെ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. അതെ അതെ, സൂപ്പർ എക്സാമ്പിൾ. അത് ക്ലിയർ ആണ്. സൂപ്പർ എക്സാമ്പിൾ. അത് പറഞ്ഞത് മഴ വരാൻ വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാൻ പോകുമ്പോ ഒരു കുട്ടി കുടയുമായിട്ട് പോകുന്നു അല്ലേ? ഒരു കുട്ടി കുടയായിട്ട് പോകും. ഒരു കുട്ടി മാത്രമേ കുടയായിട്ട് പോകുന്നുള്ളൂ, ബാക്കി ആരും കുടയായിട്ട് പോകുന്നില്ല. അതുപോലെ ഗംഗാ നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ കുഷ്ഠരോഗം മാറുമെന്ന് പറഞ്ഞ അയൽവക്കക്കാര് തന്റെ ഭർത്താവ് താഴെ വീഴുമ്പോൾ, കുഷ്ഠരോഗം പിടിച്ച തന്റെ ഭർത്താവ് താഴെ വീണപ്പോൾ ആ അയൽവക്കക്കാരെടുത്ത് പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഒന്ന് പൊക്കാൻ സഹായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ മാറി നിന്നു, അറപ്പോടെ മാറി നിന്നു. എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ ഭാര്യ അവരോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ഗംഗാജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ഈ കുഷ്ഠരോഗമെല്ലാം മാറുമെന്നുള്ളത്, നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങോട്ടെങ്ങും പോയാ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരം വിട്ടിച്ചു. അവര് പപ്പ പറഞ്ഞു മാറി നിന്നു. അപ്പം വിശ്വാസം ദൃഢതമമായിരിക്കണം. പറയുന്നത് എന്താണ്, അത് നടക്കും എന്നുള്ള ഒരു നോളജ്. അവിടെയാണ് ശ്രേഷ്ഠമായ ഒന്നിനെ മനസ്സ് ഊന്നിയിരിക്കുന്നതിനെ വിശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഹരേ കൃഷ്ണ. ശ്രീലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ, മ്യൂട്ടാണ്. വിദ്യാജി. ഒന്നുമില്ല. ഹരേ കൃഷ്ണ. സിമ്മി പറയാം. ക്യാമറ ദൂരെ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ വേണ്ടി. ഓക്കെ, ഹരേ കൃഷ്ണ. ജയലക്ഷ്മി മാതാജി അൺമ്യൂട്ടായോ? പ്രഭു കറക്റ്റാ പറഞ്ഞത്. പ്രഭു, ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞാല്, വിശ്വാസം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഒറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ. അതിൽ പിന്നെ രണ്ടാമത്തെ ഒരു ചിന്തയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം അത് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്ക് പറ്റൂല എന്നുള്ള അവിടെ ഒരു ഡൗട്ട്ഫുൾനെസ് വരാൻ പാടില്ല. ശ്രേഷ്ഠമായ ഒന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് കർമ്മം ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. പ്രഭു പറഞ്ഞത് കറക്റ്റാ. ശ്രീനാരായണ ഗുരുവിന്റെ ആ ശ്ലോകം എന്ന് പറഞ്ഞ ആ നാരായണ സൂത്രത്തിൽ ശ്ലോകം വിട്ടായിരുന്നല്ലോ, ആ ശ്ലോകം ഏതായിരുന്നു? ഇപ്പൊ പറയണോ പ്രഭു? ആ ശ്ലോകം ഒന്ന് വായിച്ചേ. അല്ല, അതിനു മുമ്പ് അത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവും എനിക്ക് തോന്നുന്നു. ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഭൂയോ വൃത്തി നിവൃത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതനായി. പ്രഭുവിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവർക്കും കാണാൻ പറ്റും. എനിക്ക് ഇപ്പൊ നോക്കാൻ ഞാൻ ഷെയർ ചെയ്യാൻ നടക്കില്ല. ഓക്കെ, വാട്സപ്പിലല്ലേ? ഞാൻ പിന്നിടാം, ഞാൻ എന്തായാലും ഇടാം, വായിച്ചാൽ മതി. ഭൂയോ വൃത്തി നിവർത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതനായി പീയൂഷത്തിൽ നിലീനമായി ചുഴലവും ശോഭിച്ചു ദിവ്യപ്രഭ. മായാ മൂടുപടം തുറന്നു മണിരംഗത്ത് കായാവിൻ മലർമേനി കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. ഇത് നാരായണ ഗുരുവിന് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായപ്പോൾ നാരായണ ഗുരു ചൊല്ലിയ ഒറ്റ ശ്ലോകിയാണിത്. ഒരു ശ്ലോകം. ഇത് എങ്ങനെ ചൊല്ലുന്നു, എവിടെ വെച്ച് ചൊല്ലുന്നു എന്ന് പറഞ്ഞാല്, നാരായണ ഗുരുവിനെ പലർക്കും അറിയായിരിക്കും. നാരായണ ഗുരു എന്ന് പറഞ്ഞാല് നാരായണ ഗുരുവിനെ കൊച്ചിലെ നാണു എന്നാണ് വിളിച്ചിരുന്നത്. അതായത് നാരായണൻ അല്ലെങ്കിൽ നാണു എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഹയർ സ്റ്റഡീസിനായിട്ട് ഈ കുട്ടിയെ
ഒരു കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ആശാൻ ഒരു വലിയ കൃഷ്ണഭക്തനാണ്. ആശാൻ എല്ലാ ദിവസവും അവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേര് കായംകുളത്തുള്ള പുതിയടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ പ്രഭു ഇപ്പൊ ഇത് പറയാൻ ടൈം ഉണ്ടോ? അല്ലെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പറയാം. ഇല്ല, ആ ശ്ലോകത്തിന്റെ അടുത്ത് 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ അവിടെ ഇങ്ങനെ കൃഷ്ണ ഭക്തനാണ്. അപ്പം ഈ കുട്ടികൾക്ക് അവിടെ പോവാൻ പറ്റില്ല. അപ്പൊ എന്നും ആശാൻ ഈ കൃഷ്ണ ഭഗവാനെ പോയി കണ്ടിട്ടാണ് കളരിയിലേക്ക് വരുന്നത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പം പക്ഷേ നാണുവിനൊന്നും അവിടെ പോവാൻ അവകാശമില്ല. അപ്പം ഒരിക്കല് ഈ കളരിയിൽ തന്നെ അതിന്റെ അറ്റത്തൊരു ചെമ്പക വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ ചോട്ടിൽ അത് ഇന്ന് അവിടെ ഒരു ഗുരുമന്ദിരമാണ്. അവിടെ ഇരുന്ന് നാണു ധ്യാനിക്കുമ്പം ഉണ്ടാവുന്ന ദർശനമാണ് ഇത്. അതായത് ഈ കുട്ടി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് രാവിലെയും വൈകിട്ട് ഈ കുട്ടി ധ്യാനിക്കും. നാണു ധ്യാനിക്കുമ്പം ഒരു ദിവസം വൈകിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ധ്യാനത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് കൈകൾ മേലിലോട്ട് ഉയർത്തി പെട്ടെന്ന് എന്തിനോ പിടിക്കാൻ ഓടുന്ന പോലെ ഈ കുട്ടി ഓടും. ശരിക്കും ഓടുകയല്ല അവിടെ ചെയ്യുന്ന, അവിടെ ഈ ഡാൻസ് ചെയ്യുന്ന പോലെ ഈ കുട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവിടെയുള്ള ആൾക്കാർ കാണുന്നത്. അതായത് ആ ഒരു വലിയ വീട്ടില് ഗുരുകുല വിദ്യാഭ്യാസമാണ് അവിടെ ചെയ്യുന്നത്. അവിടെ വേറെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ മറ്റു കുട്ടികൾ നോക്കുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് കൈകൾ ധ്യാനത്തിൽ പെട്ടെന്ന് കൈകൾ ഉയർത്തി എന്തിനെയോ പിടിക്കാൻ പോകുന്ന പോലെ ഡാൻസ് ചെയ്യുന്ന പോലെ ഈ കുട്ടി പോകുന്നത് മറ്റു കുട്ടികളും ആ വീട്ടിലുള്ള മറ്റുള്ളവരും കാണും. പെട്ടെന്ന് ഈ കുട്ടി വേറെ ഒരു മരത്തിന്റെ വേരിൽ തട്ടി അൺകോൺഷ്യസ് ആയിട്ട് ഈ കുട്ടി താഴെ ചെന്ന് വീഴും. അപ്പം ആ വീട്ടിലെ കാരണവരൊക്കെ വന്ന് ഈ കുട്ടിയെ എടുത്തോണ്ട് കിടത്തും. അതായത് നാണുവിനെ ഗുരുവിനെ എടുത്തോണ്ട് കിടത്തുമ്പോഴത്തേക്ക് പിന്നെ ആശാൻ വന്നിട്ട് ചോദിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിക്കുന്നത്, ഈ ഒരു ഒറ്റ ശ്ലോകി. അപ്പം ഈ ശ്ലോകം എന്തെന്ന് വെച്ചാല് ഇത് നാണു ധ്യാനിച്ചപ്പം ഉണ്ടായ കൃഷ്ണദർശനത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. അതായത് ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും. ഈ ശ്ലോകം പിന്നെ ആശാൻ ചോദിക്കുമ്പോൾ നാണു അത് പറയുമ്പം ആശാൻ പെട്ടെന്ന് ചാടി എണീറ്റ് തൊഴുതുകൊണ്ട് നിൽക്കും. തൊഴുത് വണങ്ങി നാണുവിന്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് പക്ഷെ മറ്റു കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലായില്ല, ഇത് എന്താണ് നാണു പറയുന്നതെന്ന് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, ഭൂയോ വൃത്തി നിവർത്തിയായി. ഭൂയോ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ്, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങള് നിവർത്തിയായി. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും സ്റ്റോപ്പ് ആവേണം, അതായത് അവിടെ നിലയ്ക്കുകയാണ്. അപ്പം ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതനായി എന്ന് വെച്ചാല് എല്ലാം ഈ പ്രപഞ്ചമാകുന്ന ഈ ബോധം കംപ്ലീറ്റ് ആത്മാവിൽ ലയിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും അവിടെ സ്റ്റോപ്പായിട്ട് നമ്മളെ ഈ ഉണരുമ്പോ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചബോധം നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഉണരുമ്പോഴാണ്, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴാണ് ഈ പ്രപഞ്ചബോധം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഫുള്ള് ഈ നമ്മുടെ ആത്മാവിൽ ലയിച്ചു. അതായത് നാണുവിന്റെ ആത്മാവിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. ലയിച്ചിട്ട് സാരം ഒന്ന് വായിക്കുക, അത്രയും ആ സാരം വായിച്ചാൽ മതി. ലയിച്ചിട്ട് പിന്നെ പറയുന്നത് പീയൂഷത്തിൽ നിലീനമായി ചുഴലവും, അതായത് പെട്ടെന്ന് ചുഴലവും ശോഭിച്ചു ദിവ്യപ്രഭ. ഇതൊരു ഗോൾഡൻ ലൈറ്റ് അവിടെ മൊത്തം പരന്നു എന്നാണ് പറയുന്നത്. ദിവ്യപ്രഭ എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രകാശമാണ്. അതായത് അവിടെ കുണ്ടലിനി ശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കുണ്ടലിനി ശക്തി ഉണരുമ്പോൾ ഒരു ദിവ്യപ്രഭ മീൻസ് ഒരു ഗോൾഡൻ ലൈറ്റ് അവിടെ മൊത്തം പടർന്നു. ആ പ്രഭയിലാണ് ഭഗവാൻ എന്താണ് മായ മൂടുപടം തുറന്നു. മായ മൂടുപടം എന്ന് പറഞ്ഞ കർട്ടൻ, മായ ആവുന്ന കർട്ടൻ അവിടെ മാറുന്നു. ഞാൻ പറഞ്ഞത് ആ ശ്ലോകത്തിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ വായിക്കാം. ഇതാണ് അതിന്റെ അർത്ഥം. ഞാൻ മനസ്സിലായി. അപ്പൊ അതില് ഭഗവാനെ കാണുന്ന ഇതാണ് പറയുന്നത്. അതെ, ആ ശ്ലോകം കഴിഞ്ഞുള്ള സാരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിച്ച് ബാഹ്യലോക ബന്ധങ്ങളിൽ നിന്നും അത് വായിക്കാനാണ് പറഞ്ഞത്. അതെ, അപ്പൊ മായ മൂടുപടം മാറുമ്പോഴാണ് ഭഗവാനെ കാണുന്നത്. ഭഗവാനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് തുറന്ന മണിരംഗത്തിൽ പ്രകാശിക്കുന്ന കായാവിൻ മലർമേനി. കായാവിൻ മലർമേനി എന്ന് പറഞ്ഞാല് മലരെന്ന് പറഞ്ഞാൽ പൂ പോലത്തെ മേനിയുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് അവിടെ ദർശിക്കുന്നത്. കായാമ്പൂവ് പോലെയുള്ള മലർമേനിയുള്ള ഭഗവാനെയാണ് അവിടെ ദർശിക്കുന്നത്. അത് പിന്നെന്താണ് കൗസ്തുഭ മണിഗ്രീവന്റെ ദിവ്യോത്സവം. അപ്പം ഭഗവാൻ ധരിച്ചിരുന്നത് കൗസ്തുഭം എന്ന് പറഞ്ഞാല് ലോകപ്രസിദ്ധമായ ഒരു രത്നമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രത്നം ധരിച്ച് മണികൾ പതിച്ച രഥത്തിലാണ് ഭഗവാനെ ആനന്ദ നൃത്തമാടുന്ന രീതിയിലാണ് പിന്നെ നാണു കണ്ടത്. അപ്പം ഭഗവാൻ ആനന്ദ നൃത്തം ആടുമ്പോൾ അത് ഗോൾഡൻ ലൈറ്റിലാണ്. നമുക്ക് ഗോൾഡൻ ലൈറ്റ് എന്നേ പറയാൻ പറ്റൂ, പക്ഷെ അതിനേക്കാളും വലിയ പ്രഭയാണത്. അപ്പം അതില് ആ ദിവ്യപ്രഭയിലാണ് ഭഗവാനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിക്കുന്നത്.
അപ്പം ശ്രീകൃഷ്ണ പരമാത്മാവ് ആനന്ദലീലയിലായിരുന്നു. അപ്പം ഭഗവാൻ ആനന്ദലീലയാടുമ്പോൾ ഭക്തനും ആനന്ദലീലയിലാണ്. അപ്പൊ അവിടെ സൂപ്പർ കോൺഷ്യസ്നെസ് സ്റ്റേറ്റിലാണ് ഈ ഭക്തൻ മാറുന്നത്. അല്ലെങ്കിൽ പ്യുവർ എസ്കസി ആണ് അവിടെ ഈ ഭക്തന് ഉണ്ടാവുന്നത്. വളരെ വലിയ രീതിയിലുള്ള ആനന്ദമാണ് ഭഗവാനെ കാണുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ബോഡി അൺകോൺഷ്യസ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ആനന്ദത്തിലോട്ട് പോകുമ്പോൾ ഈ ഭക്തൻ എന്ത് ചെയ്യും? ഭക്തന്റെ ബോഡി ഇവിടെ അൺകോൺഷ്യസ് ആവും. അതാണ് ഈ നാണു അവിടെ തളർന്ന് വീണത്. അപ്പൊ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പറയുമ്പോഴത്തേക്ക് ഗുരുവിന്, അതായത് ഈ ആശാൻ ഇത് കേൾക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ഭക്തി തോന്നും. എങ്കിലും അത് പുറത്ത് കാണിക്കത്തില്ല. വീണ്ടും ചോദിക്കും, എനിക്കതൊന്നും കൂടെ, അങ്ങനെ നീ കണ്ടെങ്കിൽ നീ അത് ഏതൊരു കാര്യവും ആശാൻ ശ്രുതി യുക്തി പിന്നെന്താണ് ശ്രുതി യുക്തി അനുഭവത്തിലൂടെ മാത്രമേ എന്ത് കാര്യവും ആശാൻ വിശ്വസിക്കുകയുള്ളൂ. ആശാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ വീണ്ടും ചോദിച്ചു, നീ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം വീണ്ടും ഈ ആശാൻ വിശ്വസിക്കാതെ ചോദിച്ചു, നീ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രൂപം ഇപ്പൊ എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ വാസുദേവ അഷ്ടകം, അതായത് ഒരു ജന്മാഷ്ടമി മുതൽ അടുത്ത ജന്മാഷ്ടമി വരെ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ശ്രീ മഹാഭാഗവതം കംപ്രസ്ഡ് ഫോമിലാക്കി ശ്രീ 8, അതായത് 12 സ്കന്ധങ്ങളുള്ള ശ്രീ മഹാഭാഗവതം കംപ്രസ്ഡ് ഫോമിലാക്കി 8 ശ്ലോകങ്ങളാക്കി വാസുദേവ അഷ്ടകമായിട്ട് ചൊല്ലിക്കൊടുക്കുന്നു. ആർക്ക്? നാണു ആശാന് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പം ആശാൻ പെട്ടെന്ന് വായങ്ങ് തുറന്നു പോയി. എന്ന് വെച്ചാൽ അത്ഭുത പരതന്ത്രനായി ഒരു ഭാവസമാധിയിൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ വേറൊരു അനുഭവം ആശാന് വരാനില്ല. അപ്പം ഇത്ര എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, പിന്നെ പെട്ടെന്ന് അങ്ങ് ഇതാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ദിവ്യപ്രഭയിലെ ശ്രീകൃഷ്ണ ദർശനം നാരായണന് ഉണ്ടായത്, നാണുവിന് ഉണ്ടായ ദിവ്യപ്രഭയിൽ ശ്രീകൃഷ്ണ ദർശനം. ഇത്രയേ ഉള്ളൂ പ്രഭു. കൃഷ്ണ, താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് താങ്ക് യു. അതിന്റെ സമ്മറൈസ്ഡ് ആയിട്ട് ഇവിടെ പറഞ്ഞത് തന്നെ, പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിഗ്രഹിച്ച് ബാഹ്യരോഗ ബന്ധങ്ങളിൽ നിന്നും മോചിതനായി സർവവും സത്തായ ആത്മാവിൽ ലയിച്ചിരുന്നു. പ്രപഞ്ചവും ആ ആത്മസത്തയിൽ ലയിച്ചു. അങ്ങനെ സർവ്വതും ശാന്തമായപ്പോൾ ആത്മാനന്ദമൃതരസം ഒഴുകിയതും ദിവ്യപ്രഭ എല്ലായിടവും പരക്കുകയും ചെയ്തു. ഈ ദിവ്യമായ പ്രകാശത്താൽ മായയാലുള്ള ഇരുളുകൾ നീക്കി സർവ ദുഃഖ നിവാരകനായി, അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്ന ശ്ലോകത്തിന്റെ സർവ ദുഃഖ നിവാരകനായി. അപ്പൊ ഭഗവാന് മാത്രമേ എല്ലാ ദുഃഖങ്ങളും നിവാരണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സർവ ദുഃഖ നിവാരകനായി, പരമ ആനന്ദദായകനായി. അപ്പൊ ഭഗവാന് മാത്രമേ പരമമായ ആനന്ദം, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരാൻ പറ്റത്തുള്ളൂ. അവിടാണ് ഇതൊക്കെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. പരമ ആനന്ദദായകനായി അന്തരംഗത്തിൽ പ്രകാശിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ്, സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നള്ളുന്ന മഹോത്സവമായിരുന്നു. ഇതിനകത്ത് പറഞ്ഞു അൺകോൺഷ്യസ് ചൈതന്യ മഹാപ്രഭു ദിവസങ്ങളോളം അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ ഇത്തരം അനുഭൂതികൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അനുഭൂതി ഉണ്ടാകില്ല. അപ്പം അനുഭവമാണോ ഞാൻ അനുഭവത്തിലേ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചുംബനാണ്. അവൻ ആദ്യത്തെ സ്റ്റെപ്പിൽ അവൻ അനുഭവം ഉണ്ടാവണം, അവൻ മണ്ടനാണ്. +2 പരീക്ഷ ജയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചെങ്കിലല്ലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആദ്യം തന്നെ പരീക്ഷ ജയിക്കണം എന്നിട്ട് ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂ. അത് റിവേഴ്സാണ്, ശുദ്ധ മണ്ടത്തരമല്ലേ പറയുന്നത്. ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് ഭഗവാനിലുള്ള വിശ്വാസം, ആചാര്യന്മാരെ എഴുതി വെച്ചിരിക്കുന്ന സത്യമാണ് എന്നുള്ളത്. അതിനെപ്പറ്റി അടുത്ത ആഴ്ച പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പുരുഷോത്തമ യോഗം വായിക്കും. പുരുഷോത്തമ മാസമായിരുന്നു നമ്മൾ വായിക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് വായിക്കാൻ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ ദീപ്തി മാതാജിയുടെ, ഷാർജ ദീപ്തി മാതാജിയുടെ അമ്മയുടെ അമ്മ യാത്രയായി. അവർക്ക് പോകാൻ പറ്റാത്തതിലുള്ള വിഷമം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാം. നല്ലൊരു മാസത്തിലാണ് ജീവൻ പോയിരിക്കുന്നത്. അപ്പം അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പുരുഷോത്തമ യോഗം വായിക്കാം. ശില്പമാതാജി വായിക്കും, ബാക്കിയുള്ളവര് മ്യൂട്ട് ചെയ്തിട്ട് കൂടെ വായിക്കും. 15-ാമത്തെ അധ്യായം നമ്മൾ എടുക്കുകയാണ്. 15-ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും എടുത്തിരുന്നോ? റെഡിയല്ലേ?
ജയപ്രകാശ് പ്രഭു റെഡി അല്ലേ? റെഡി അല്ലേ? 1 2 3 4 സ്റ്റാർട്ട്. ശില്പം ആദ്യം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ പരമാത്മനെ നമഃ. അഥ പഞ്ചദശോऽധ്യായः പുരുഷോത്തമയോഗः. श्रीभगवानुवाच ऊर्ध्वमूलम् अधःशाखम् अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदवित्. अधश्चोर्ध्वं प्रसृतस्तस्य शाखा गुणप्रवृद्धा विषया प्रवाला. अधश्च मूलानि अनुसन्ततानि कर्मानुबन्धीनि मनुष्यलोके. न रूपं मयेष ततोपलभ्यते नान्तो न चादिर्न च सम्प्रतिष्ठा. अश्वत्थम् एनं सुविरुधमूलम् असङ्गशस्त्रेण दृढेन चित्वा. ततः पदं तत्परिमार्गितव्यं यस्मिन् गता न निवर्तन्ति भूयः. तम् एव चाद्यं पुरुषं प्रपद्ये यतः प्रवृत्ति प्रसृता पुराणी. निर्मानमोहजितसङ्गदोष अध्यात्मनित्या विनिर्वृत्तकामा. द्वन्द्वैर्विमुक्तसुखदुःखसंज्ञैर्गच्छन्ति अमूढ पदमव्यव्यं तत्. न तद्भाषयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम. ममैवांशो जीवलोके जीवभूता सनातनः. मनःशस्तानि इन्द्रियाणि प्रकृतिस्थानि कर्षति. शरीरं यद् अवाप्नोति यच्चापि उक्रामतीश्वर गृहीत्वैतानि संयाति. वायुर्गन्ध इवाशयस् श्रोत्रं चक्षुस्पर्शनं च रसनं ग्रहणमेव च. अधिष्ठाय मनश्चायं विषयान् उपसेवते. उक्रामन्तं स्थितं वापि भुञ्जानं वा गुणान्वितं विमूढा नानुपश्यन्ति पश्यन्ति ज्ञानचक्षुः. यतन्तो योगिनश्चैनं पश्यन्ति आत्मनि अवस्थितं यतन्तोऽपि अकृतात्मानो नैनं पश्यन्ति अचेशतः. यदादित्यगतं तेजो जगद्भाषयतेऽखिलं यच्चन्द्रांसि यच्चग्नौ तत्तेजो विद्धि मामकम्. गाम् अविश्य च भूतानि धारयाम्य अहम् ओजसा पुष्णामि चौषधि सर्व सोमो भूत्वा रसात्मकः. अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्त पचामि अन्नं चतुर्विधम्. सर्वस्य चाहं हृदि सन्निविष्टो मत्तः स्मृतिज्ञानमपोहनं च. वेदैश्च सर्वैरहमेव वेद्यो वेदान्तकृद्वेदविद् एव चाहम्. 1 minute. द्वौ इमौ पुरुषौ लोके क्षरश्चाक्षर एव च. क्षर सर्वाणि भूतानि कूटस्थ
क्षर उच्यते उत्तम पुरुषत्वन्नन्य परमात्मेति उदाहृत् यो लोकत्रयम् आविश्य बिभ्रति अव्यय ईश्वरः यस्माक्षरम् अतीतोऽहम् अक्षराद् अपि चोत्तमः अतोऽस्मि लोके वेदे च प्रतिष्ठा पुरुषोत्तमः यो मामेवम् असम्मूढो जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदम् उक्तं मया नघः एतद् भूत्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत ॐ तत्सत् इति श्रीमद्भगवद्गीता उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोग नाम पंचशोऽध्यायः। हरे कृष्णा। ഹരേ കൃഷ്ണ. താങ്ക് ു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. താങ്ക് യു. ശ്രീനാരായണ ഗുരു ദർശനവുമായിട്ട് വീണ്ടും ശ്രീലക്ഷ്മി മാതയ്ക്ക് വരാം. കുറച്ച് ഭാഗങ്ങളുമായിട്ട് നല്ല അനുഭവമാണ് ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ അനുഭവത്തിലുള്ളത് ഒക്കെ ഒരു ആചാര്യന്മാരെടുത്തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ എടുക്കണം. നമ്മൾ എടുത്തിട്ട് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് വിശ്വാസത്തിന്റെ പരിസമാപ്തിയിൽ എത്തുകയുള്ളൂ. അതുവരെ മനനത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഹരേ കൃഷ്ണ. നിവേദ് എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും പുതിയ സയന്റിഫിക്. ഓക്കെ, നോ പ്രോബ്ലം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വിദ്യാജി, സുശീം പ്രഭു സംസാരിച്ചോളൂ. സുശീം പ്രഭു എന്ന് പറയും. ഞാൻ അതുകൊണ്ടാണ് നിർത്തിയത്. ഹരേ കൃഷ്ണ. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. പിന്നെ അങ്ങനെ പ്രിപ്പയർഡ് അല്ല. എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ആഴ്ച നമ്മുടെ ഏകദേശം ഇനി ഒരു ശ്ലോകം കൂടെ ഉള്ളു അല്ലേ? 72. ഒരു ശ്ലോകം കൂടെ. ഒറ്റ ശ്ലോകമാണ്. ആ ഒരു ശ്ലോകവും കൂടെ. അപ്പം അടുത്ത ആഴ്ച നമുക്ക് അതിന്റെ കൺക്ലൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അടുത്ത ആഴ്ചയും നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്റർ കൊണ്ട് തന്നെ ഇരിക്കും എന്ന് ആണ് തോന്നുന്നത്. 2ാമത്തെ ചാപ്റ്ററിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചയും. അപ്പം പിന്നെ പ്രിപ്പയർഡ് ആയി. തീർന്നില്ലല്ലോ, ഇനി ഒരു ശ്ലോകം കൂടെ ഉണ്ടല്ലോ. ഒരു ശ്ലോകം ഉണ്ട്. അടുത്ത ആഴ്ച ഒരു ശ്ലോകം വായിക്കും. അതിൽ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കണം. ആണെന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ സിദ്ധപ്രതിജ്ഞ നമ്മൾ ലേറ്റസ്റ്റ് റീസെന്റ് ആണ്. അത് നോക്കണം. അത് പണിയാണ്. ജയപ്രകാശ് പ്രഭു ഇരിക്കുന്നുണ്ടോ? ഞാൻ റെഡിയാണ് എന്നുള്ളത് അല്ലേ? ജയപ്രകാശ് ജി ഒക്കെ പ്രിപ്പയർ ചെയ്യുള്ളൂ. യെസ്. അപ്പം കീർത്തന 2ാമത് ഞാൻ അവിടുത്തെ പിന്നെ ഹരേകൃഷ്ണയുടെ ബിൽഡിംഗും ചെയ്തോണ്ടിരിക്കുകയാണ്. 2 പണിയുണ്ട്.